സുഹൃത്തുക്കളെ, മൈഗെയിമിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഒരു കിഡിലൻ ടൂർണമെന്റിനെ കുറിച്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരുപക്ഷെ ഇത് വയനാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ്. എല്ലാ ജില്ലയിലും നടത്താൻ പറ്റുമെങ്കിൽ നടത്താവുന്ന ഒരു പരിപാടിയാണിത്. കാരണം ഇത് ഈ ടൂർണമെന്റിന്റെ പേര് തന്നെ ട്രെൻഡ് സ്പോർട്സ് പ്രൈമറി ചാമ്പ്സ് എന്നാണ്. എന്ന് വെച്ചാൽ 10 വയസ്സിന് താഴെയുള്ള LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജില്ലയിൽ ഉടനീളം നടക്കാൻ പോകുന്ന ഒരു ടൂർണമെന്റ്. കൂടുതൽ നീട്ടിപ്പറ്റി പറയുന്നില്ല. സബ് ജില്ലാ ബേസ്, അതായത് ഓരോ സബ് ജില്ലയിലെയും സ്കൂളുകൾ തമ്മിൽ മത്സരിച്ച് അതിൽ സെലക്റ്റഡ് ആകുന്ന ടീമുകൾ ജില്ലയിലേക്ക് കയറി വന്ന് ജില്ലയിൽ നല്ല ആരോഗ്യകരമായ മത്സരം നടന്ന് അതിൽ നിന്ന് കുട്ടികളെ സെലക്ട് ചെയ്ത് അതിലെ കുട്ടികൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ക്യാമ്പ് കൊടുത്ത് ചെറുപ്പം മുതലേ ഒരു ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികളെ, കേരളത്തിന് വേണ്ടിയിട്ടുള്ള കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു പ്ലാനോടുകൂടെ ട്രെൻഡ് സ്പോർട്സ് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണിത്. സോ ഈ ഒരു ടൂർണമെൻറ്റിനെ പറ്റി കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. അതുകൊണ്ടാണ് ഈ ഒരു ടൂർണമെൻറ്റിനെ, പ്രൈമറി ചാമ്പ്സ് ടൂർണമെൻറ്റിൻ്റെ ചെയർമാനായിട്ടുള്ള മിസ്റ്റർ ഷാജി പറക്കണ്ടി അവരുകളെ കൊണ്ട് ഞാനിവിടെ വന്നത്. സോ ഇതാണ് ആള്. ഞാൻ നിങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഷാജിക്ക മുന്നേ നമ്മളെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. എന്തായാലും ഷാജിക്ക മുന്നേ യൂണിവേഴ്സിറ്റി ഒരുപാട് കളിച്ച എക്സ്പീരിയൻസ് ഉള്ള 11s 7s ഒക്കെ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. മോർ ഓവർ ദാറ്റ് ആളൊരു കായികാധ്യാപകനാണ്, കോച്ചാണ്. ഇപ്പോൾ KFAൻ്റെ, കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയാണ്. സോ ഷാജിക്ക, വെൽക്കം ടു ദ വീഡിയോ. ആ പ്രൈമറി ചാമ്പ്സിൻ്റെ ഡീറ്റെയിൽ ഒന്ന് വളരെ ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കി. പ്രൈമറി ചാമ്പ്സ് നമ്മൾ എയിം ചെയ്യുന്നത് 1/1/2015 ശേഷം ജനിച്ചിട്ട് 10 വയസ്സിന് താഴെയുള്ള ചെറിയ കുട്ടികൾക്കുള്ള ഒരു ടൂർണമെൻറ്റ്. ഞാനൊരു കായികാധ്യാപകനാണെന്ന് നിങ്ങൾ അതിൽ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലെവലിൽ കുട്ടികൾക്ക് മത്സരങ്ങളില്ല. അവർക്കാകെ വർഷത്തിൽ വരുന്ന ഒരു സ്പോർട്സ് എന്നല്ലാതെ അതിൽ കൂടുതൽ അവർക്ക് അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ഫുട്ബോൾ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാര്യം എങ്ങനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ട് ആലോചിച്ച് വന്നപ്പോഴാണ്, പലരും ഡിസ്കസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ഈ കുട്ടികളെ ഏറ്റവും ചെറിയ ഏജിൽ നിന്ന് നമുക്ക് ക്യാച്ച് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു ആശയം വന്നിട്ടുള്ളത്. അതായത് ഏറ്റവും ചെറിയ ഏജിൽ നിന്ന് അവരുടെ ടാലൻ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർക്ക് നാച്ചുറലായിട്ട് കിട്ടിയ കഴിവുകളെ നമ്മൾ അത് പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ്? ബെനിഫിഷ്യറീസ് നടത്തുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഗുണം കുട്ടികൾക്ക് അല്ലാതെ, അതായത് ഫുട്ബോള് ഒരു ടൂളായിട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ ഇവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതേസമയം ഈ ഫുട്ബോളിലൂടെ ഇപ്പോൾ എല്ലാ പേരൻസും ചിന്തിക്കുന്ന എൻ്റെ മക്കളെ എന്താക്കണം എന്നുള്ളതാണ്. അവർക്ക് നാച്ചുറലായിട്ട് കഴിവുണ്ടാവും, പക്ഷെ അവരെ പഠിപ്പ് പുസ്തകത്തിന്റെ അതിൻ്റെയും ബാക്കിയുള്ള കാര്യത്തിൻ്റെ ഒക്കെ പുറകിൽ വിട്ട് അതേ അറിയുന്നുള്ളൂ. അതുകൊണ്ട് അവരെ നമുക്ക് എന്ത് ചെയ്യുക, ഫുട്ബോളിൽ ഒരു കരിയർ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. കാരണം നാച്ചുറലായിട്ട് കിട്ടുന്ന കുട്ടികളെ അവർക്ക് വേണ്ട ട്രെയിനിങ് ഏറ്റവും പ്രോപ്പറായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ആ കുട്ടികൾ ഫുട്ബോള്. ഇവിടെ ഒരുപാട് മെസ്സിമാര് ജനിച്ചു പോയിട്ടുണ്ടാവും, പക്ഷെ അവരൊന്നും മെസ്സിയായിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിനൊതുങ്ങുന്ന കോച്ചസ് ഉണ്ടാവും. അതിനൊതുങ്ങുന്ന അത്രയും നമ്മൾ കോച്ചസിനെയും കൂടി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടി ഇതിലുണ്ട് ഫുട്ബോളിന് വേണ്ടിയിട്ട്. അപ്പൊ അവരെയും കൂടി എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് ആ ലെവലിലേക്ക്, അവരെയും മാക്സിമം ഹൈറ്റിലേക്ക് എത്തിക്കുക. അവർ വഴി ഈ കുട്ടികൾക്കും സമൂഹത്തിനും ഗുണം ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് ഈ കുട്ടികൾക്ക് ക്യാമ്പ് കൊടുത്ത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. നേരത്തെ മുജീബ് പറഞ്ഞ പോലെ സബ് ജില്ലാ തലത്തിലാണ് ഈ ടൂർണമെന്റ് നടത്തുന്നത്. ഇതിനോടകം തന്നെ 60 ടീം രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ, സ്കൂളുകളാണ് കളിക്കുന്നത്. അതെ. അപ്പോൾ ബാക്കിയുള്ള നിങ്ങളൊരു ട്രെൻഡ് സ്പോർട്സ് മാത്രം ആലോചിച്ചിട്ടുള്ള പരിപാടിയാണോ അത്? അതെ അതെ അതെ. അതായത് ട്രെൻഡ് സ്പോർട്സിന് ഒരു ഫുട്ബോൾ ക്ലബ് ഉണ്ട് ലീഗിൽ രജിസ്റ്റർ ചെയ്ത്, അതിന്റെ ഒരു യൂത്ത് ഡെവലപ്മെന്റിന്റെ പ്രോഗ്രാമും കൂടി നമുക്ക് വയനാട്ടിൽ യുവാ കപ്പൊക്കെ നടക്കണ്ടേ, അതിന്റെ ഒരു ചെറിയ ലെവൽ, അതായത് ചെറിയ സംഘടന മികവുകൊണ്ടല്ല ഞാൻ ചോദിച്ചത്, കുട്ടികളുടെ ലെവല് ചെറുത്. ഓക്കെ, അപ്പോ ഇത് ബാക്കി ഒരുപാട് നൂലാമലകൾ ഉണ്ടാവില്ലേ, സ്കൂളുകളാണ് പങ്കെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഞാനിത് ചോദിക്കാൻ കാരണം ബാക്കിയുള്ള ജില്ലകള് ഇത് ഇമിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നിയോണ്ടാണ് ഞാനിത് എന്റെ പ്ലാന് വന്നപ്പോൾ ഫസ്റ്റ് ചെന്ന് കണ്ടത് DDന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ. അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ഈ പ്രോജക്റ്റ് പറഞ്ഞു. അതായത് ഈ പ്രോജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഉണ്ടാവുന്നതെന്ന്. ഒരു ഉദാഹരണത്തിന്, കുട്ടികൾ റെഗുലറായിട്ട് സ്കൂളിൽ വരുന്ന അവർക്ക്, നമുക്ക് വേറൊരു സംഭവം, നമ്മളെ വീട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ മക്കള്
ടിവിയുടെ മുന്നിലായിരിക്കുന്നത്. അവരെ എല്ലാ ഫോണിലാണ് ഉള്ളത്. അപ്പൊ അവരുടെ എനർജി നമുക്ക് ഈ ലെവലിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞൊരു കാര്യം, ഈ കുട്ടികൾ സ്കൂളിലേക്ക് അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയൊരു കാര്യം, ഈ കുട്ടികൾ സ്കൂളിലേക്ക് റെഗുലറായിട്ട് വരുന്ന ആ ലെവലിൽ കുട്ടികളുടെ എനർജി നമ്മൾ ഒരു പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് DO സാറും ഇവിടെ വളരെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അവര് തന്നെ മീറ്റിംഗ് വിളിച്ചു വന്നു HMസിന്റെ. അതിൽ ഞാൻ പോയിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്തു. HMമാര് AUന്റെ നേതൃത്വത്തിലുള്ള HMമാര് വളരെ പോസിറ്റീവായിട്ട് ഇത് നിർബന്ധമായിട്ടും നടത്തണമെന്ന്. ഇപ്പോൾ അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. അതായത് നമ്മളെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. എല്ലാ സ്കൂളുകളും ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിലെ അധ്യാപകൻ എന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കുട്ടികൾ വളരെ ആവേശത്തിൽ അവരിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു പ്രിപ്പറേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വർഷം നമ്മൾ കുറച്ച് ജസ്റ്റ് ഇതൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത്. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ സമ്മറിൽ ഇതിന്ന് സെലക്ട് ചെയ്യുന്ന ബെസ്റ്റ് കുട്ടികളെ വെച്ചിട്ട് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത വർഷം മുതൽ ഈ സ്കൂള് ഓരോ കുട്ടികൾ വെച്ചാൽ ജില്ലാ ബേസിലാണോ? അല്ല, സബ് ജില്ല ബേസിൽ. അത് ഒരു സബ് ജില്ലയിൽ ഇവിടെ 3 സബ് ജില്ലയാണല്ലോ ഉള്ളത്. അതിൽ 30ഓളം കുട്ടികളെ നമ്മൾ 90 കുട്ടികളിൽ ഏറ്റവും അർഹതപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പോട് കൂടി നമ്മൾ എന്ത് ചെയ്യും, ക്യാമ്പ് അവർക്ക് കൊടുക്കുന്നു. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ ഒരു ടൂർണമെന്റ് സ്കൂളുകൾ തമ്മിൽ സബ് ജില്ലയിലും പിന്നെ ജില്ലയിലും ഒക്കെ മത്സരിച്ച് വരുമ്പോൾ ഇതിനൊരു എക്സ്പെൻസ് ഇത് സ്കൂളുകൾ വഹിക്കേണ്ട എക്സ്പെൻസ് ആയിട്ട് വരുമോ? അതായത് നമ്മൾ ഇതിന്റെ കിറ്റെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രീ ആണ്. ജേഴ്സി ഷോർട്സ് എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ട്രാൻസ്പോർട്സ് വക. പിന്നെ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും മെഡൽ കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അവരെ മാക്സിമം ഇതിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഫുട്ബോളിനോട് ഒരു മുഹബത്ത് ഉണ്ടാക്കുക. മാത്രമല്ല നമ്മൾ ഈ കുട്ടികളെ അടുത്ത വർഷം മുതൽ ഈ ഏത് സ്കൂളിലൊക്കെ ഇതിൽ പങ്കെടുക്കുന്നു, ഇനി അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് സ്കൂളുമായിട്ട് നല്ലൊരു ബന്ധം റാപ്പോ ക്രിയേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് പറ്റുകയാണ് നമ്മൾ കോച്ചസിനെ വിട്ടുകൊടുക്കും. ഇല്ലെങ്കിൽ ആ പ്രദേശത്തെ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നല്ല ഒരു പ്രിപ്പറേഷൻ നടത്തുക. അതായത് അടുത്ത വർഷത്തെ പ്രൈമറി ചാമ്പ്സിന് നമ്മൾ ജൂലൈ ഓഗസ്റ്റ് ഇവിടുത്തെ ഒരു മഴയുടെ ഒരു സമയം കഴിയുമ്പോൾ അവിടെ അതിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകൻ്റെ അടുത്ത് ഒരു ആശങ്ക പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഈ കുട്ടികളെ ഇപ്പം ഗ്രൗണ്ടിലേക്ക് ഇറക്കുമ്പോൾ അവർ കട്ട കുത്തി കളിക്കുന്നു, കൂടിക്കളിക്കുന്നു, ഇതൊക്കെ. ഞാൻ പറഞ്ഞു, സാറേ അവരെ ഫസ്റ്റ് ഗ്രൗണ്ടിൽ ഇറക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ നമ്മുടെ ഉദ്ദേശം. അടുത്ത വർഷം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇവർ കളിച്ച് വരുന്ന സമയത്ത് ഇവരിങ്ങനെ ഇതിനു വേണ്ടി ഒരുങ്ങുമ്പോൾ അവർ ആ കട്ടകുത്തലൊക്കെ മാറി കുറച്ചൊരു മാറ്റം വരും അവർക്ക്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടികൾക്ക് നാച്ചുറലായിട്ട് കഴിവുണ്ട്. 100 കുട്ടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു 20 കുട്ടികൾ അത് ഫുട്ബോൾ കളിക്കാനുണ്ടായ കുട്ടികളാണ്. ആ കുട്ടികളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മുടെ ടെക്നിക്കൽ ഡയറക്ടർ ആയിട്ടുള്ളത് ഷെഫീഖ് ഹസൻ മഠത്തിലാണ്. കോച്ചാണ്, പ്രീമിയർ സ്കിൽസിന്റെ കോച്ചാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഇതിന് വേണ്ട കുറിച്ച് കൂടുതൽ പറയേണ്ട, കാരണം വയനാടിന്റെ പ്രൈഡ് ആൻഡ് പ്രൗഡ്. ഓക്കെ. മാത്രമല്ല അദ്ദേഹം ഇന്നിപ്പം കേരള ടീമിനെയും കൊണ്ട് നാഷണൽ ഗെയിംസിന് പുറപ്പെടും. കണ്ണൂർ വാരിയേഴ്സിന്റെ കോച്ചാണ് ഫ്രം വയനാട്. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് അദ്ദേഹവും പിന്നെ മറ്റൊരു കോച്ചായ ഗോകുലം FC എല്ലാം പരിശീലിപ്പിച്ചിട്ടുള്ള ബൈജു അലക്സിന്റെ ഒക്കെ കോച്ചായിട്ടുള്ള ബൈജുട്ട, ഇവരാണ് ഇതിന്റെ തലപ്പത്തുള്ളത്. അവരുടെ ഒരു അഡ്വൈസോ അല്ലെങ്കിൽ അവരുടെ കൺസൾട്ട് ചെയ്തിട്ടാണ് കാര്യങ്ങൾ. സെക്യൂർഡ് ആണ്. അത് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ സ്കൗട്ടേഴ്സിനെ നിയോഗിക്കുന്നുണ്ട്. ആ സ്കൗട്ടേഴ്സ് എന്ത് സ്കൗട്ട് ചെയ്യണമെന്ന്, കാരണം ആ ഏജിൽ എന്ത് സ്കൗട്ട് ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ സ്കൗട്ടേഴ്സിനെ ഗ്രൗണ്ടിലേക്ക് വിടുന്നത്. അവരെ വെച്ചിട്ടാണ് നമ്മൾ ഈ കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്. അതായത് എന്താണോ കഴിവുള്ളത് അവർക്കാണ് അറിയാം, അവരാണല്ലോ അതിന്റെ എക്സ്പേർട്ട്. ഫൈൻ. അപ്പോ ഇത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വരും വർഷം ഒന്നും കൂടി സെറ്റ് ആവും 100%. എന്തുകൊണ്ടും സ്കൂളുകൾക്ക് ഇറ്റ്സ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി. രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞോ? രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇനി ആരെങ്കിലും നമ്മളെ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും സ്കൂളുകൾ താല്പര്യം കാണിക്കുകയാണെങ്കിലോ? സോറി, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ 60 സ്കൂളുകളെ പങ്കെടുപ്പിക്കാന്ന് ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ രജിസ്ട്രേഷൻ ഒരു 4 ദിവസം സമയം വെച്ചു. 2 ദിവസം കൊണ്ട് ഏകദേശം അത് കംപ്ലീറ്റ് ആയി. ഇപ്പോഴും സ്കൂളുകൾ വിളിക്കുന്നുണ്ട്. വയനാട്ടുകാര് ഫുട്ബോളിന്റെ സാധ്യതകളെ പറ്റി അവെയറാണ് 100%. അപ്പൊ ഇനിയിപ്പോ അടുത്ത കൊല്ലം ഇതേ ടീമുകൾക്ക് പങ്കെടുക്കാൻ ചാൻസ് അങ്ങനെയില്ല. അടുത്ത വർഷം നമ്മള് ഈ വർഷത്തെ 60-100 ആവാം. ഈ വർഷത്തെ നോക്കിയിട്ട് അടുത്ത വർഷം കുറച്ചുകൂടി മുന്നേ പ്രിപ്പറേഷൻ
തുടങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ മന്തിലെല്ലാം ഈ കുട്ടികൾക്ക് വേറെ ആക്ടിവിറ്റി ഒന്നുമില്ല. അപ്പോൾ അവരെ ഏത് ഏരിയ ആണോ സബ് ജില്ലയിൽ തന്നെ 1-2 വെന്യൂസിൽ വെച്ചിട്ട് മാക്സിമം സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താൻ പറ്റുകയാണ്. അത് വലിയൊരു മുന്നേറ്റമായിരിക്കും. ഈ വർഷത്തെ ഇതിൻ്റെ റിസൾട്ട് ഇതിനോടകം തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തത്. ഞാൻ കരുതുന്നത് ഇത് സമൂഹം ഏറ്റെടുക്കുന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. കാരണം എന്താ വെച്ചാൽ കുട്ടികളെ നമ്മൾ അവരുടെ പോസിറ്റീവായിട്ടുള്ള അവരുടെ എനർജിയെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാം. പക്ഷെ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞത് കുട്ടികളുടെ ഇന്റർനാഷണൽ ലെവലിൽ ഏതൊരു ലെവലിൽ നമുക്ക് അവരെത്തിക്കാൻ പറ്റും. KFA പ്രസിഡന്റ് നമ്മളടുത്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ലോഗോ പ്രകാശനത്തിന്റെ ഫോട്ടോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അത് AFF ജനറൽ സെക്രട്ടറി അനിൽ സാറും KFA പ്രസിഡന്റ് നവാസ് മീറ സാറും കൂടിയാണ് ഇത് ചെയ്തത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, SLK വന്നിട്ടുണ്ടല്ലോ ഇപ്പൊ കേരള ഫുട്ബോൾ അസോസിയേഷൻ SLK കൊണ്ടുവന്ന് സ്കോർ ലൈന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ കുട്ടികൾക്ക് കരിയർ ഉണ്ടാക്കി കൊടുക്കുന്ന ആണ് അദ്ദേഹം ഒരു ഗ്യാരണ്ടി ആയിട്ട് പറയുന്നത്. ഇനി ഭാവിയിൽ ഈ കുട്ടികള് ഫുട്ബോളേഴ്സ് ആണെങ്കിൽ ഈ വർഷം KFA പ്രസിഡന്റ് നവാസ് സാറ് പറഞ്ഞതും അദ്ദേഹം തെളിയിച്ചതുമായിട്ടുള്ള ഒരു കാര്യം, കുട്ടികൾക്ക് ഫുട്ബോളിലൂടെ വരുമാനം SLKയുടെ വരവോടുകൂടി വന്നു തുടങ്ങി. കരിയർ ഉണ്ടായി. അതിൽ 3 മാസം മാത്രമാണ് ആ ലീഗ് നടന്നിട്ടുള്ളത്. പക്ഷെ ആ സമയം കൊണ്ട് തന്നെ അവർ സാലറീഡായി ഈ കുട്ടികൾ. അല്ലെങ്കിൽ ഈ കുട്ടികൾ എന്താ ചെയ്യാൻ പോകുന്നത്, കുറച്ചു കാലം സെവൻസ് കളിക്കുന്നു, എന്തെങ്കിലും പരിക്ക് പറ്റിയാലോ ഇല്ലെങ്കിൽ വേറെ. അതേസമയം 100 പ്ലെയേഴ്സ് ഉണ്ടാകുമ്പോൾ 100 പ്ലെയേഴ്സിൽ ഒരു 80 പ്ലെയേഴ്സും ഇതിൽ ഇങ്ങനെയുള്ള പ്രൊഫഷണലിസം വരുന്നതോടുകൂടി അവർ രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഇനിഷ്യേറ്റീവാണ്. കാരണം കുട്ടികളെ നമുക്ക് എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും മാത്രം പോരല്ലോ, അത് എല്ലാ എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും ആയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എന്തായാലും ട്രാൻസ്പോർട്സിന്റെ ഉദ്ദേശം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, എപ്പോഴാണ് തുടങ്ങുന്നത്, ഡേറ്റ് എപ്പോഴാണ് പറഞ്ഞത്? ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അത് എന്തായാലും ഫെബ്രുവരി 1st or 2nd വീക്കിലെ പ്രൈമറി ചാൻസ് ഇനാഗുറേഷൻ നടക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും ഇനി വയനാട്ടിലെ LP സ്കൂൾ കുട്ടികൾക്ക് ആഘോഷമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഈ ഒരു പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക, കളി കാണുക, എത്തിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി. ഇത് നമ്മുടെ ഒരു ഇനിഷ്യേറ്റീവ്, ട്രാൻസ്പോർട്സിന്റെ ഇനിഷ്യേറ്റീവ് ആണെങ്കിലും എല്ലാവരും കൂടിയും ഒരുമിച്ച് നിന്നാലേ മുജീബ് ഇതൊരു ഗ്രാൻഡ് ഒരു സക്സസിലേക്ക് പോകും. അപ്പോൾ വയനാട്ടിലെ LP കുട്ടികൾക്ക് ഇതൊരു ആഘോഷമായി മാറട്ടെ, അതിലുപരി ബെനഫിഷ്യൽ ആയിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു. ബൈ.